കഴിഞ്ഞ പരിതാപകരവും പരീക്ഷണാത്മകവുമായ സന്ദിഗ്ധഘട്ടം. ഇന്ത്യൻ മുസ്ലിങ്ങളുടെയും വിശേഷിച്ച് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെട്ട പ്രതിസന്ധി ഘട്ടം. ആ കനൽപാതയിലൂടെ സധൈര്യം മുന്നോട്ട് നീങ്ങാൻ CH സമുദായത്തിന് ഉൾക്കരുത്തേകി. 50കളിൽ ലീഗ് ഒരു രാഷ്ട്രീയ കക്ഷിയെന്ന നിലയിൽ സ്വന്തം നിലനിൽപ്പ് സാധ്യമാക്കിയതിന്റെ പിന്നിൽ CHന്റെ അക്ഷീണ പ്രയത്നമുണ്ടായിരുന്നു. മറ്റു പാർട്ടികളെ ഒറ്റപ്പെടുത്തുകയെന്ന നയമാണ് അന്ന് ദേശീയ തലത്തിൽ പ്രബല കക്ഷിയായ കോൺഗ്രസ് കൈക്കൊണ്ടിരുന്നത്. അതിനാൽ തന്നെ മുസ്ലിം ലീഗിന് മുന്നോട്ടുള്ള പ്രയാണം ചിന്തിക്കാൻ പോലും ആവാത്ത വിധം അപ്രാപ്യവും. കാലപ്രവാഹത്തിൽ കേരളത്തിൽ കോൺഗ്രസ് ദുർബലമായി. അതോടെ ലീഗ് പോലുള്ള രാഷ്ട്രീയ കക്ഷികളുടെ സ്വപ്നങ്ങൾക്ക് കനകകാന്തി കൈവന്നു. 1957 EMS മന്ത്രിസഭയെ വിമോചന സമരത്തിലൂടെ പിഴുതെറിയാൻ കോൺഗ്രസിനോടൊപ്പം ചേർന്ന ലീഗിനെ അധികാരം കിട്ടിയപ്പോൾ കോൺഗ്രസ് തടഞ്ഞു. സീതി സാഹിബിന് ലഭിച്ച സ്പീക്കർ സ്ഥാനം കൊണ്ട് ലീഗിന് തൃപ്തിപ്പെടേണ്ടി വന്നു. സീതി സാഹിബിന്റെ വിയോഗാനന്തരം CH ആണ് സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഭരണരംഗത്തേക്കുള്ള ആദ്യത്തെ കാൽവയ്പായിരുന്നു അത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കർ എന്ന ബഹുമതിയും അദ്ദേഹത്തിന് ലഭിച്ചു. എന്നാൽ കോൺഗ്രസ് ലീഗ് വിരോധം രൂക്ഷമാവുകയും CHന് പാർട്ടി കൽപ്പനപ്രകാരം അധികാരം ഒഴിയേണ്ടതായും വന്നു. 1957 30 വയസ്സ് പോലും തികയാത്ത പ്രായത്തിലാണ് താനൂർ നിയോജക മണ്ഡലത്തിലൂടെ കേരള നിയമസഭയിലേക്ക് CH ആദ്യം കടന്നുവന്നത്. പക്വമതികളും പരിചയസമ്പന്നരുമായ തലമുതിർന്ന നിയമസഭാ സാമാജികരെ തന്റെ വാഗ്വിലാസം കൊണ്ട്, കൂർമ്മബുദ്ധി കൊണ്ട് നിശബ്ദരാക്കുവാൻ CHന് എളുപ്പം സാധിച്ചു. തിരുവിതാംകൂറിൽ മലബാറിനെക്കുറിച്ചും വിശിഷ്യ കോഴിക്കോടിനെക്കുറിച്ചും നല്ല മതിപ്പുണ്ടാക്കാൻ വളരെ കുറഞ്ഞ കാലം കൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. കൂസലില്ലായ്മയും കുനിഞ്ഞുകൊടുക്കായ്മയും അദ്ദേഹത്തിന്റെ വിശിഷ്ട സ്വഭാവ ഗുണങ്ങളായിരുന്നു. എന്നാൽ ആ യുവ വിപ്ലവകാരി ഭിന്നാഭിപ്രായങ്ങളിലും രൂക്ഷവിമർശനങ്ങളിലും വ്യക്തിഹത്യ നടത്താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നതാണ് കാലം എടുത്തുകാട്ടുന്ന ഒരു സവിശേഷത. 1961 ജൂണിലാണ് CH നിയമസഭാ സ്പീക്കറാവുന്നത്. കേവലം 5 മാസങ്ങൾ. സ്പീക്കർ സ്ഥാനം രാജിവെക്കാൻ ലീഗിന്റെ സർവ്വതുമായ ബാഫക്കിത്തങ്ങൾ ഫോണിലൂടെ ആവശ്യപ്പെട്ടപ്പോൾ ഞാനിതാ രാജിവെച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതായിരുന്നു മറുപടി. സ്ഥാനമൊഴിഞ്ഞ CHന് ജനങ്ങൾ നൽകിയ സ്വീകരണം കണ്ട് ശത്രുപക്ഷം അമ്പരന്നുപോയി. 1962 മുതൽ 1967 വരെ കോഴിക്കോടിന്റെ ലോക്സഭാംഗമായി പ്രവർത്തിച്ച CH കേരളത്തിന്റെ പ്രശ്നപരിഹാരത്തിന് വീറോടെ അടരാടുമായിരുന്നു. പ്രത്യുൽപ്പന്നമതിയും പ്രഗത്ഭനും അച്ചടക്കവും ആത്മധൈര്യവുമുള്ള മികച്ച പാർലമെന്റേറിയനായിരുന്നു അദ്ദേഹം. 1967 EMS മന്ത്രിസഭയിൽ CH വിദ്യാഭ്യാസ മന്ത്രിയായി അധികാരമേറ്റു. ലീഗിനെതിരെ കോൺഗ്രസ് ഉന്നയിച്ചിരുന്ന ആശയങ്ങളെ ഞങ്ങൾ എതിർത്തിരുന്നു. യഥാർത്ഥം പറയാന്നുണ്ടെങ്കിൽ കോൺഗ്രസും ലീഗും ചേർന്ന് ബ്രിട്ടീഷുകാരെ നേരിടണമെന്നായിരുന്നു ഞങ്ങളുടെ അഭിപ്രായം. അപ്പം ആ കാലത്താണ് ഞങ്ങൾ ആദ്യം കണ്ടുമുട്ടുന്നത്. പിന്നീട് ഞങ്ങൾ സഹകരിക്കാൻ തുടങ്ങുന്നത് 67 മന്ത്രിസഭയിലാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും ലീഗ് ഒരു പ്രത്യേക മതരാഷ്ട്രീയ പാർട്ടിയായിട്ട് നിൽക്കുന്നത് ശരിയല്ല എന്നായിരുന്നു ഞങ്ങളുടെ അഭിപ്രായം. എങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം എന്നുള്ള നിലയ്ക്ക് വിശേഷിച്ചും കോൺഗ്രസിനെ അധികാരസ്ഥാനത്ത് നിന്ന് ഇറക്കണം എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് ഞങ്ങൾ ലീഗുമായിട്ട് സഖ്യമുണ്ടാക്കി. ആദ്യമായിട്ടാണ് ലീഗിൻ്റെ മന്ത്രിമാർ സെക്രട്ടേറിയറ്റിൽ വരുന്നത്. 2.5 വർഷത്തെ ഭരണത്തിന് ശേഷം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വീണ്ടും ഇടഞ്ഞു. അതോടെ മന്ത്രിസഭയും വീണു. തുടർന്ന് രൂപീകൃതമായ C. അച്യുതമേനോൻ മന്ത്രിസഭയിൽ ആഭ്യന്തരവും വിദ്യാഭ്യാസവും കൈയാളിയ 41-കാരനായ CH ആയിരുന്നു മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം. CH എന്ന് പറഞ്ഞാൽ ഒരു കണക്ക് പറഞ്ഞാൽ വിഗ്രഹഭഞ്ജകൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. പല തെറ്റായ സങ്കല്പങ്ങളെയും തിരുത്തിക്കുറിച്ച ആളാണ് CH. ഈ നാട്ടിൽ വിദ്യാഭ്യാസപരമായ പുരോഗതി നിഷേധിക്കപ്പെട്ട ജനപഥങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ CH ചെയ്ത മഹത്തായ സേവനങ്ങളാണ്. അതുകൊണ്ടാണ് CH കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്നത്. CHൻ്റെ കാലഘട്ടത്തിലാണ് SSLC വരെയുള്ള വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ മുസ്ലിം നാടൻ പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് പോലുള്ള കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ സമൂഹത്തിൽ വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നു വരാൻ കഴിയാത്ത വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെയേറെ നല്ല കാര്യങ്ങൾ ചെയ്തു.
ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് CHന്റെ ജീവന് തന്നെ ഭീഷണി ഉണ്ടായത്. തലശ്ശേരി ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ 1970 ജനുവരി 4 നടന്ന ആ സംഭവം കേരളത്തെ ആകമാനം നടുക്കിക്കളഞ്ഞു. ഒരു സന്ദർശകനെയും തടയാൻ ഇഷ്ടപ്പെടാത്ത അദ്ദേഹത്തിന്റെ തുറന്ന മനസ്ഥിതി ചൂഷണം ചെയ്തുകൊണ്ട് കടന്നുവന്ന ഗംഗാധര മാരാർ എന്ന ഭീകരൻ CHന് നേരെ ആസിഡ് ബൾബെറിഞ്ഞു. കൈകൊണ്ട് തടയാൻ കഴിഞ്ഞതിനാൽ കൈകളിലും ശരീരത്തിൽ പലയിടത്തും പൊള്ളലേറ്റതല്ലാതെ മുഖത്ത് കൊള്ളാതെ രക്ഷപ്പെട്ടു. സംഭവം പുറത്തറിയിക്കേണ്ടെന്ന് CH നിർദ്ദേശിച്ചുവെങ്കിലും താമസിയാതെ കാട്ടുതീ പോലെ വാർത്ത പാരാകെ പരന്നു. കേരളമാകെ വിങ്ങിപ്പൊട്ടി. 1970 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ MLA എന്ന ബഹുമതിയും CHനാണ്. മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ദിവംഗതനായതിനെ തുടർന്ന് ഒഴിവുവന്ന മഞ്ചേരി പാർലമെന്റ് സീറ്റിൽ 1973 CH മത്സരിച്ചു. നേതൃത്വത്തിന്റെ കൽപ്പനയനുസരിച്ച് അദ്ദേഹം ലോക്സഭയിലെത്തി. ആ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരിക്കൊള്ളുന്നതിനിടയിലാണ് സൗദി അറേബ്യയിൽ വെച്ച് മുസ്ലിം ലീഗിന്റെ ആജ്ഞാശക്തിയും പുണ്യത്തിന്റെ പൂമരവുമായ മഹാനായ ബാഫക്കി തങ്ങൾ അന്ത്യശ്വാസം വലിച്ചത്. മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി ഇബ്രാഹിം സുലൈമാൻ സീട്ടും ജനറൽ സെക്രട്ടറിയായി CHും തെരഞ്ഞെടുക്കപ്പെട്ടു. കരുത്തിന്റെ കരുത്തും വിനയത്തിന്റെ വിനയവുമായ പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ സംസ്ഥാന പ്രസിഡന്റുമായി. തുടർന്ന് തികച്ചും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഉണ്ടായത്. ചിലർ പാർട്ടിയിൽ നിന്നും പുറത്തുപോയി. നേതൃത്വങ്ങൾ പോലും ആടിവുലഞ്ഞു. പാവപ്പെട്ടവരുടെ സമുദായം ചോരയും നീരും സർവ്വതും നൽകി വളർത്തിയെടുത്ത പ്രസ്ഥാനം ഒരു യാനപാത്രം പോലെ കൊടുങ്കാറ്റിൽ മരണവെപ്രാളത്തോടെ ആടി ഉലയുന്നത് കണ്ടു നിൽക്കാൻ CHന് കഴിയുമായിരുന്നില്ല. ഒഴിഞ്ഞ കീശയും വിതുമ്പുന്ന ഹൃദയവും സമുദായ സ്നേഹം കൊണ്ട് തുടിക്കുന്ന വാക്കുകളുമായി അദ്ദേഹം പടക്കളത്തിലിറങ്ങി. പിന്നെ അതൊരു ചരിത്രമായിരുന്നു. മലയാള നാട് മറക്കാത്ത ചരിത്രം. ആ ജൈത്രയാത്രയിൽ പണവും പ്രതാപവുമില്ലാതെ ഒട്ടും പതറാതെ CH പടനയിച്ചു. ജനങ്ങൾ സ്നേഹനിധിയായ നേതാവിന് പിന്നിൽ അണിനിരന്നു. അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും ആജ്ഞാപനത്തിന്റെയും അട്ടഹാസങ്ങളല്ല സംഘടനയാണ് വലുതെന്ന് ജനലക്ഷങ്ങൾ തെളിയിച്ചു. അതെ, അത് കേരളം കണ്ട മഹത്തായ മുന്നേറ്റങ്ങളിൽ ഏറ്റവും മികവുറ്റതായിരുന്നു. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വിശ്രമമില്ലാതെ ഊണും ഉറക്കവും വെടിഞ്ഞ് CH പടനയിക്കുന്നതിനിടയിലാണ് കേരള മുസ്ലിങ്ങളെ ഒന്നടങ്കം കണ്ണീർ കയത്തിലാഴ്ത്തി പാണക്കാട് പൂക്കോയ തങ്ങൾ വേർപിരിഞ്ഞത്. പ്രതിസന്ധിയിലൂടെ പ്രശ്ന സങ്കീർണതയുടെ തീക്കനലുകൾ മൂടിയ ആ പരീക്ഷണ ഘട്ടത്തിലും CH ഒരിഞ്ചിളകാതെ സമുദായത്തിന്റെ ഭദ്രതയ്ക്കായി ഇഞ്ചോടിഞ്ച് പൊരുതി. സൗമ്യന്മാരിൽ സൗമ്യനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സംസ്ഥാന പ്രസിഡന്റായി അധികാരമേറ്റപ്പോൾ മുസ്ലിം ലീഗ് വിശുദ്ധിയുടെ വെൺനിലാവ് പരത്തി വീണ്ടും കർമ്മോത്സുകമായി. Trust across generations. UAE Exchange, world's trusted money transferer. ഫാത്തിമ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ. ആദായ വിലയുടെ അവസാന വാക്ക്. Partition system in the UAE. Gemini Building Materials, Abu Dhabi.
1977 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തു നിന്ന് മത്സരിച്ച CH അതിന്റെ പ്രചാരണം തുടങ്ങുന്നതിന് മുൻപ് കോഴിക്കോട്ട് മുസ്ലിം ലീഗ് സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചു. കേരളം കണ്ട ഏറ്റവും വലിയ ബഹുജന പ്രകടനമായിരുന്നു കോഴിക്കോടിന്റെ മണൽത്തരികളെ പുളകം കൊള്ളിച്ചത്. വൈകുന്നേരം 4 മണിക്ക് ആരംഭിച്ച പ്രകടനം സമ്മേളന സ്ഥലത്ത് ചെന്ന് അവസാനിക്കുമ്പോൾ പാതിര കഴിഞ്ഞ് സമ്മേളനം അവസാനിച്ചിരുന്നു. അത്രയധികം ജനങ്ങളാണ് ഉറച്ച പിന്തുണയുമായി CHന്റെ പിന്നിൽ അണിനിരന്നത്. അതിന്റെ ശക്തി തെരഞ്ഞെടുപ്പിലും വ്യക്തമായി. തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോഴും പ്രതിയോഗികൾ അദ്ദേഹത്തെ അംഗീകരിച്ചില്ല. അവർ കൊടുത്ത കേസ് ശരിവെച്ചുകൊണ്ട് കേരള ഹൈക്കോടതി വിധി പ്രസ്താവിച്ചപ്പോൾ CH മന്ത്രിസഭയുടെ പടിയിറങ്ങി. പക്ഷേ പരമോന്നത നീതിപീഠം CH അഴിമതി വിമുക്തനാണെന്ന് പ്രഖ്യാപിക്കുകയാണുണ്ടായത്. CH വീണ്ടും മന്ത്രിസഭാംഗമായി. PK വാസുദേവൻ നായർ മുഖ്യമന്ത്രി പദം രാജിവെച്ചപ്പോൾ CHന്റെ നേതൃത്വത്തിൽ മറ്റൊരു മന്ത്രിസഭയുണ്ടായി. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഒരു മുസ്ലിം ലീഗുകാരൻ മുഖ്യമന്ത്രിയായി പദവിയേൽക്കുന്നത് ആദ്യമായിരുന്നു. ഇന്നേ വരെയുള്ള കേരള ചരിത്രത്തിലെ ഒരേ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയും CH തന്നെ. 80-ലെ തിരഞ്ഞെടുപ്പിന് ശേഷം ലീഗ് പ്രതിപക്ഷത്തായി. നിയമസഭാ കക്ഷിയെന്ന നിലയിൽ CHന്റെ പ്രകടനം അപാരമായിരുന്നു. ഓരോ നിമിഷവും അദ്ദേഹത്തിന്റെ പ്രകടനം കേരള നിയമസഭാ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെട്ട് കിടക്കുന്നു. EK നയനാർ മന്ത്രിസഭ രാജിവെച്ചൊഴിഞ്ഞപ്പോൾ തുടർന്ന് രൂപീകൃതമായ മന്ത്രിസഭയിൽ CH ഉപമുഖ്യമന്ത്രിയായി. 82-ൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉപമുഖ്യമന്ത്രിയായി നിയോഗിക്കപ്പെട്ടു. മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിലും അദ്ദേഹം അങ്ങേയറ്റം തിളങ്ങി. സമർത്ഥനും നീതിനിഷ്ഠനുമായ ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം പ്രശസ്തനായി. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിനെ സംബന്ധിച്ച് ഞാൻ പറയാതെ തന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയുന്ന മഹാനാണ്. അദ്ദേഹത്തിനോടൊപ്പം സ്റ്റേജിലും യാത്രയിലും എല്ലാ സ്ഥലത്തും പങ്കെടുക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി ബുദ്ധിജീവികളായ ചില ആളുകൾ പറഞ്ഞു, ഒരേ സമയത്ത് 2-3 കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള വളരെ കുറഞ്ഞ ആളുകളിൽപ്പെട്ട ഒരു മഹാനായിരുന്നു അദ്ദേഹമെന്ന്. അതെനിക്ക് അനുഭവത്തിൽ മനസ്സിലായ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. അദ്ദേഹം മറ്റൊരാൾ പ്രസംഗിക്കുമ്പോൾ പുസ്തകം വായിച്ചിരിക്കും. പക്ഷെ പ്രസംഗം കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം ധരിക്കും ഇദ്ദേഹം എന്താണ് പുസ്തകം വായിച്ചിരിക്കുന്നത് ഇവരെ പ്രസംഗിക്കുമ്പോൾ എന്ന് ധരിച്ചിരിക്കാം. പക്ഷെ അദ്ദേഹം ആ പ്രാസംഗികൻ പറഞ്ഞ കാര്യങ്ങൾ കോട്ട് ചെയ്തിട്ട് ഉദ്ധരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അത് അവതരിപ്പിക്കും. ഇതെനിക്ക് അനുഭവത്തിൽ മനസ്സിലായത്, അദ്ദേഹം എൻ്റെ മൂത്ത സഹോദരിയുടെ ഭൂമി ഒരു എക്സ് മിലിറ്ററിക്കാരൻ കയ്യേറിയത് സംബന്ധിച്ച് റവന്യൂ മന്ത്രിയോട് ഒരു ഓർഡർ കിട്ടാൻ വേണ്ടി ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി വെയിറ്റിംഗ് റൂമിൽ കാത്തു നിൽക്കുകയായിരുന്നു. അതിൽ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് പത്നിയോടൊപ്പം തിരുവനന്തപുരത്തേക്ക് പോകാൻ അവിടെ ഉള്ളതായി അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ സമീപിച്ച് എൻ്റെ ഈ പ്രശ്നങ്ങൾ ധരിപ്പിച്ചു. പക്ഷെ അദ്ദേഹം, ഞാൻ എത്രത്തോളം സീരിയസ് ആയി പറഞ്ഞാൽ അദ്ദേഹം എന്തോ കൈ വായിൽ ഇട്ടിട്ടിങ്ങനെ കടിക്കുകയും എടുക്കാതെ ഞാൻ പറയുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഇത്രയെല്ലാം ബന്ധമുണ്ടായിട്ടും ഒരു മന്ത്രിയായിരിക്കെ മഹാനായ അദ്ദേഹത്തോട് എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യം പറഞ്ഞപ്പോൾ അത് സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ആരോടും പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ വിഷമമായി. പിറ്റേ ദിവസം സെക്രട്ടേറിയറ്റിൽ പോയി നഹാസ് സാഹിബെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിന് മുമ്പ് 2-3 പ്രാവശ്യം ഞാൻ നടന്നെങ്കിലും അദ്ദേഹത്തെ കയറി കാണുകയോ പറയുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹം ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കാത്ത ആളോട് വീണ്ടും എന്ത് പറയണമെന്നുള്ള ധാരണ. പക്ഷെ രാത്രി വന്നപ്പോൾ എൻ്റെ സഹപ്രവർത്തകരായ ആളുകൾ ട്രെയിനിൽ ചോദിച്ചു, നിങ്ങളെവിടെയായിരുന്നു? മഹാനായ CH മുഹമ്മദ് സാഹിബ് നിങ്ങളെ തിരക്കി ഒരുപാട് ആളുകളോട് അന്വേഷിക്കുന്നതായിട്ടും ഫോൺ ചെയ്യാൻ പറഞ്ഞതായിട്ടും എല്ലാം അന്വേഷിച്ചു. എവിടെയായിരുന്നു? വളരെ അവനൊരു കാര്യം വന്ന് എന്നോട് പറഞ്ഞിട്ട് അവനെന്താ എന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടത് മുതൽ എനിക്ക് മാനസികമായി വലിയ കുറ്റബോധം. പിന്നീട് മഹാനായ CH മുഹമ്മദ് സാഹിബിനെ എനിക്ക് കാണാനോ അദ്ദേഹത്തോട് നന്ദി പറയാനോ അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ച അബദ്ധം അദ്ദേഹത്തെ ധരിപ്പിക്കാനുള്ള അവസരം കിട്ടാത്ത ഒരു കാര്യമാണ് എനിക്ക് പറയാൻ. ലോകം ചുറ്റിക്കാണാനുള്ള ഭാഗ്യവും അദ്ദേഹത്തിനുണ്ടായി.
യൂറോപ്പ്, അമേരിക്ക, മധ്യപൗരസ്ത്യ രാജ്യങ്ങൾ, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ, ഗൾഫ് നാടുകൾ എന്നിവിടങ്ങളിലെല്ലാം അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. 1959 ഹജ്ജ് തീർത്ഥാടനത്തിന് പോയതാണ് ആദ്യത്തെ വിദേശയാത്ര. 1962 സിംഗപ്പൂരിൽ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം ആ രാജ്യത്തിന്റെ ചരിത്രത്തിൽ വെച്ച് ഏറ്റവും വലുതായിരുന്നു. ചെറിയാനങ്കണ്ടി മുഹമ്മദ് കോയ എന്ന CK മുഹമ്മദ് കോയ CH മുഹമ്മദ് കോയ ആയത് ഒരധ്യാപകന് പറ്റിയ കൈപ്പിഴ കൊണ്ടാണ്. വൈകി കണ്ടുപിടിച്ച് ആ തെറ്റ് തിരുത്തുവാൻ CH ഒരിക്കലും അനുവദിച്ചുമില്ല. ഇംഗ്ലണ്ടിലെ ചാമ്പ്യൻ ഓഫ് ഓണറിന്റെ ചുരുക്കെഴുത്തായ CH വളരെ ചെറുപ്പത്തിൽ തന്നെ തന്റെ പേര് അന്വർത്ഥമാക്കി. പിന്നീട് ജനലക്ഷങ്ങളുടെ ബഹുമതി ചുമരിൽ ആദരവിന്റെ ചില്ലിട്ട് വെച്ചതായി ആ നാമം. കടന്നു ചെന്നിടത്തെല്ലാം പ്രയാസമന്യെ കീഴടക്കാൻ പുണ്യപൂമാന് സാധിച്ചുവെങ്കിൽ പിന്നെന്തിനു നീണ്ടുപോകുന്നു ബഹുമതി പദങ്ങൾ? രണ്ട് ധ്രുവങ്ങളെപ്പോലെ വേറിട്ട് നിൽക്കുന്നതാണ് സാഹിത്യവും രാഷ്ട്രീയവുമെങ്കിൽ ഇവ രണ്ടിലും ഒരുപോലെ വിജയിച്ചവർ വളരെ വിരളമാണ്. ഗാന്ധിജി, നെഹ്റു, ഡോക്ടർ S രാധാകൃഷ്ണൻ, സരോജിനി നായിഡു ഇവരൊക്കെ സ്വന്തമായ വ്യക്തിത്വം സൃഷ്ടിച്ചത് അങ്ങനെ.